നമസ്കാരം, ഞാൻ വിഷ്ണു പ്രകാശ്. ഇന്ന് നമുക്ക് ഗൂഗിളിൻ്റെ കിടിലൻ ആപ്ലിക്കേഷനായ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ സവിശേഷതകൾ പരിചയപ്പെടാം. അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ട ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യം ഗൂഗിൾ അക്കൗണ്ടാണ്. ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വഴി നമുക്ക് മെയിലിനകത്ത് ലോഗിൻ ചെയ്യുകയും അതിനുശേഷം അതിൽ നിന്ന് നമുക്ക് ക്ലാസ് റൂം സെലക്ട് ചെയ്യുകയും ചെയ്യാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ iOS ഫോൺ ആണെങ്കിൽ നമുക്ക് iOSൻ്റെ സ്റ്റോറിൽ നിന്നോ ഒക്കെ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് എൻ്റെ ഫോണിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിലോട്ട് കയറാനായിട്ട് പോകുന്നത്. ഗൂഗിൾ ക്ലാസ് റൂമിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹോം സ്ക്രീനാണ് ഇത്. ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്കൊരു ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ഈ സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലായിട്ട് ഒരു പ്ലസ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ പ്ലസ് സിമ്പിൾ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ജോയിൻ ക്ലാസ്, സെക്കൻഡ് വൺ ക്രിയേറ്റ് ക്ലാസ്. ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ക്ലാസ്സിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു ലിങ്കാണ്. ക്രിയേറ്റ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകർക്ക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്കാണ്. ഞാനിവിടെ അധ്യാപകരുടെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ടാണ് ഈ ഗൂഗിൾ ക്ലാസ് റൂം ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രിയേറ്റ് ക്ലാസ് റൂം എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു 4 കോളമാണ് നമുക്കുള്ളത്. അതിൽ ഒരു കോളം മാത്രമേ കമ്പൾസറി ആയിട്ടുള്ള റിക്വയർഡ് കോളം ഉള്ളൂ, ക്ലാസ് നെയിം മാത്രം. ഞാനവിടെ ക്ലാസ്സിൻ്റെ നെയിം എൻ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. ക്ലാസ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ബികോം എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇയർ ബികോം എന്ന് പറയുന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അവിടെ സെക്ഷൻ നിങ്ങൾക്ക് വേണം സെക്ഷൻ കൊടുക്കാം, റൂം വേണം റൂം നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഞാൻ അവിടെ റൂം 1 എന്ന് കൊടുത്തു. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് ഞാൻ കൊടുക്കുകയാണ്. ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു. ക്രിയേറ്റ് എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി എൻ്റെ ക്ലാസ് ഇപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സ്ക്രീനാണിത്. ഫസ്റ്റ് ഇയർ ബികോം എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ ഡെവലപ്പ് ചെയ്തു. എൻ്റെ ക്ലാസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ക്ലാസ്സിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസിനെ ഇതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യണം. സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യാൻ 2 ഓപ്ഷൻസാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, നമുക്ക് ഇമെയിൽ ID കളക്ട് ചെയ്തിട്ട് അവരവരുടെ ഇമെയിൽ IDയിലോട്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കാം. അത് കളക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ആയതുകൊണ്ട് ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് കോഡ് യൂസ് ചെയ്ത് എങ്ങനെ സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഞാനിവിടെ സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട് ടോപ്പ് കോർണറിൽ. ഈ സെറ്റിങ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യും. ആ സ്ക്രീനകത്ത് ക്ലാസ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ജനറലിനകത്ത് മിഡ് പോർഷനിൽ ക്ലാസ് കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ ക്ലാസ് കോഡിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ പറഞ്ഞിരിക്കുന്ന ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കോഡ് കോപ്പി ആയിട്ടുണ്ട്. ആ കോപ്പി ആയിരിക്കുന്ന കോഡ് എനിക്ക് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ആ കോഡ് യൂസ് ചെയ്ത് കുട്ടികൾക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്കിതിനകത്ത് നോക്കാനായിട്ടുള്ളത് എങ്ങനെ സ്റ്റുഡൻസിന് വർക്കുകൾ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് അസൈൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഇയർ ബികോം എന്ന് പറയുന്ന ക്ലാസ് റൂമാണ്. ആ ക്ലാസ് റൂമിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിലായിട്ട് ഒരു 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പീപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഏതൊക്കെ സ്റ്റുഡൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ക്ലാസ് വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തു. ഇപ്പം നിലവിൽ ഒരു വർക്കും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ വർക്ക് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അതിനായിട്ട് ഏറ്റവും താഴെ ബോട്ടം ലെവലിൽ ഒരു പ്ലസ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആഡ് എന്നുള്ള ഓപ്ഷനാണ്. ആഡ് എന്ന് പറയുന്ന പ്ലസ് സിമ്പിൾ ഞാൻ ആഡ് ചെയ്തപ്പം അവിടെ അസൈൻമെൻറ്റ്, ക്വസ്റ്റ്യൻ, മെറ്റീരിയൽ, ടോപ്പിക്ക് തുടങ്ങി 4 ഓപ്ഷൻസ് അവിടെ നമുക്ക് അവൈലബിൾ ആണ്. വേർഡ് ഫോർമാറ്റ്, PDF, എക്സൽ, യൂട്യൂബ് ലിങ്കുകൾ അല്ലെങ്കിൽ മറ്റ് വീഡിയോ ഫോർമാറ്റുകൾ, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന മെറ്റീരിയലാണ്. മെറ്റീരിയൽ സെൻഡ് ചെയ്യാനായിട്ട് അല്ല അറ്റാച്ച് ചെയ്യാനായിട്ട് മെറ്റീരിയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനൊരു ടൈറ്റിൽ കൊടുക്കാം. ഞാൻ കൊടുക്കാൻ പോകുന്ന ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് ടൈറ്റിൽ കൊടുത്തു. ഡിസ്ക്രിപ്ഷൻസിനകത്ത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. ഇനി ടോപ്പിക്ക് വേണം സ്പെസിഫൈ ചെയ്യാം. ഇനി നമുക്കിതിനകത്ത് അറ്റാച്ച്മെൻറ്റുകൾ കൊടുക്കണം. അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഡ്രൈവിൽ നിന്ന്, ഗൂഗിൾ ഡ്രൈവിൽ നിന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് എടുക്കാം. ലിങ്കായിട്ട് വാട്സാപ്പ് ലിങ്കുകൾ പോലെയുള്ള ലിങ്കുകൾ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഫയൽ കൊടുക്കാം. നമുക്ക് നോട്ട്ബുക്ക് ആണെങ്കിൽ അതിന് ഫോട്ടോ എടുത്ത് കൊടുക്കാം. പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ ഫയൽ ക്ലിക്ക് ചെയ്തു. ഫയൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു PDF ഫയലാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്.
അപ്പോൾ ആ PDF ഫയൽ ഇപ്പം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ടോപ്പിൽ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസ് റൂമിലോട്ട് അത് വന്നിരുന്നു. അപ്പോൾ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ലിങ്കിനകത്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് ഈ ഗ്ലോസറി ഓഫ് അക്കൗണ്ടിങ് ടൈംസ് എന്ന് പറയുന്ന ഒരു PDF ഫയൽ കാണാനായിട്ട് സാധിക്കും. ആ PDF ഫയൽ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോട്ടുകളൊക്കെ ഈ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത നമുക്കൊരു ക്ലാസ് വർക്ക് കൊടുക്കണമെങ്കിൽ വീണ്ടും നമ്മളെന്താണ് ഈ പറഞ്ഞ ക്ലാസ് വർക്ക് എന്ന് പറയുന്ന ടാബിൽ നിന്നുകൊണ്ട് ആഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. മെറ്റീരിയൽ അല്ല, പകരം ഒരു 5 മാർക്കിൻ്റെയോ 15 മാർക്കിൻ്റെയോ ഒരു ക്വസ്റ്റ്യൻ, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനോ കൊടുക്കാനായിട്ട് പോകണം. അത് സ്റ്റുഡൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കുകയാണ്. ഒരു ക്വസ്റ്റ്യനെ കൊടുക്കുന്നുള്ളൂ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ്. ദെൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. എസ്സേ എന്നോ ഷോർട്ട് എസ്സേ എന്നോ ഒക്കെ നിങ്ങൾക്ക് എന്താണ് കൊടുക്കാൻ താല്പര്യമുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഷോർട്ട് ആൻസർ എന്ന് കൊടുക്കുകയാണ്. ഷോർട്ട് ആൻസർ ഒരു ക്വസ്റ്റിനെ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് ഞാൻ 5 എന്ന് പറഞ്ഞ് കൊടുത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഡ്യൂ ഡേറ്റ് ഞാൻ ഇന്നത്തെ ഡേറ്റ് ആണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ഡേറ്റ് അസൈൻ ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഞാൻ കൊടുത്തു. അടുത്ത ടൈമാണ്, എത്ര മണിക്ക് മുന്നേ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നൊരു 4 മണി എന്ന് പറയുന്നൊരു സമയം കൊടുക്കാനായിട്ട് പോവുകയാണ്. 4 PM എന്ന് പറഞ്ഞ് കൊടുത്തു. ഇത് ഏറ്റവും നല്ലൊരു ഫീച്ചറാണ്. ഒരു അസൈൻമെൻറ്റ് വർക്ക് കൊടുക്കുമ്പോൾ ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ലതാണ് ഇന്ന സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഈ 4 മണിക്ക് ശേഷമാണ് ഇവർ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആകും. നമ്മുടെ മെയിലിനകത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ലേറ്റ് സബ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഷോർട്ട് ആൻസർ മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ സ്റ്റുഡൻസ് ക്യാൻ എഡിറ്റ് ആൻസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റുഡൻസിന് എഡിറ്റ് ചെയ്യണോ വേണ്ടയോ. അപ്പോൾ നമ്മളെന്താണ് സ്റ്റുഡൻസ് ഈ ക്വസ്റ്റൻ എഡിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മളതിപ്പം ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. എനേബിൾ ചെയ്താൽ സ്റ്റുഡൻസിന് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫയലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ഇനേബിൾ ചെയ്ത് ഇടുക. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ എന്താണ് സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്ലാസ് റൂമിനകത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത മൂന്നാമതായിട്ടൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും ആഡ് ഓപ്ഷൻ കൊടുത്തു. ഒരു അസൈൻമെൻറ്റ് വർക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അസൈൻമെൻറ്റ് വർക്കിനകത്ത് ഞാൻ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അസൈൻമെൻറ്റിനകത്ത് എന്താണ് ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ ടൈറ്റിൽ എന്ന് ഞാൻ പറയുന്നത് അസൈൻമെൻറ്റ് 1 എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്. അസൈൻമെൻറ്റ് 1. ഡിസ്ക്രിപ്ഷൻ ഷോർട്ട് ആൻസർ. ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞ് ഒരു ഡിസ്ക്രിപ്ഷനും കൊടുത്തു. പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 പോയിൻ്റ് 10 മാർക്ക് ഞാൻ അസൈൻ ചെയ്തു. അത് നമുക്ക് ക്വസ്റ്റൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വർക്ക് അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അവിടെയും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഡേറ്റും ടൈമും നമുക്ക് കൊടുക്കാം. ഞാൻ ഡ്യൂ ഡേറ്റ് കൊടുത്തു, ഇന്നത്തെ ഡേറ്റ്. ടൈം എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്, പക്ഷേ ഞാൻ കൊടുക്കുകയാണ് ഇന്ന് 4 മണി എന്ന് കൊടുത്തു. അപ്പം എൻ്റെ അസൈൻമെൻറ്റ് ഇന്നേ ദിവസം 4 മണിക്ക് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ലേറ്റ് സബ്മിഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ഏത് ടൈമിൽ ഏത് സ്റ്റുഡൻറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നുള്ളതൊക്കെ ഡീറ്റെയിൽസൊക്കെ നമുക്കിതിനകത്ത് കിട്ടും. ഇത്രയും കിട്ടിയതിന് ശേഷം നമുക്കെന്താണ് അസൈൻമെൻറ്റ് വർക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അസൈൻമെൻറ്റ് വർക്ക് ഞാനൊരു ഫയലിനകത്ത് എടുക്കുകയാണ്. അസൈൻമെൻറ്റ് വർക്ക് ഞാൻ ഇതിനകത്ത് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വേർഡ് ഫയൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു അസൈൻമെൻറ്റ് വർക്കാണ്. ഈ ഫയൽ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിനകത്ത് നിന്നാണ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഈ ക്വസ്റ്റ്യനാണ് ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ വീണ്ടും ഒരു ഓപ്ഷൻ വന്നു. ദെൻ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ടിങ് അസൈൻമെൻറ്റ് എങ്ങനെയാണ് സ്റ്റുഡൻസിന് വ്യൂ ചെയ്യേണ്ടത്. വ്യൂ ചെയ്താൽ മതിയോ, സ്റ്റുഡൻസ് ക്യാൻ വ്യൂ, സ്റ്റുഡൻസിന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണോ, മേക്ക് എ കോപ്പി ഫോർ ഈച്ച് സ്റ്റുഡൻസ്. അപ്പം ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻസ് ക്യാൻ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഈ അയച്ചിരിക്കുന്ന വേർഡ് ഫയലിൽ തന്നെ സ്റ്റുഡൻസിന് അവരുടെ അസൈൻമെൻറ്റുകൾ എഡിറ്റ് ചെയ്ത് അയക്കാനായിട്ട് സാധിക്കും. ഇതാണ് 3 വർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു സംശയമാണ്, നമുക്കിതെല്ലാം ഓഫ്ലൈനായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതായത് ഓൺലൈൻ ക്ലാസ് നമുക്ക് പോസിബിൾ അല്ലേ എന്ന് ചോദിക്കാം.
അപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ് ചെയ്യണമെങ്കിൽ നമുക്കെന്താണ് ഒരു വീഡിയോ ലിങ്ക് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളെന്താണ് ഫസ്റ്റ് ഇയർ ബി കോം എന്ന് പറയുന്നതിൻ്റെ ഹോം പേജിലോട്ട് വന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് പോയ ആ പേജിലോട്ട് തന്നെ പോകും. ആ പേജിൽ കോഡ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ വീഡിയോ മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാൻ എന്താണ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജനറേറ്റ് മീറ്റിംഗ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫോണിൽ എന്താണ് ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു പ്രോഡക്റ്റായ ഗൂഗിൾ മീറ്റുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഞാൻ ഫോണിൽ 2 ആപ്പും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ക്ലാസ് റൂമും ഉണ്ട്, ഗൂഗിൾ മീറ്റും ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി നോക്കുക, നമ്മുടെ ഫസ്റ്റ് ഇയർ ബി കോം എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഹോം പേജിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ക്യാമറ, ഒരു വീഡിയോ ക്യാമറയുടെ സിമ്പൽ വന്നിട്ടുണ്ട്. ആ വീഡിയോ ക്യാമറയുടെ സിമ്പൽ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ മീറ്റിംഗ് നടത്താനായിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് നടത്താനായിട്ടുള്ള ഫീച്ചർ എനേബിൾ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് മീറ്റിൻ്റെ ലിങ്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് നമുക്ക് റിയൽ ആയിട്ട് ആൾക്കാരെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ ക്ലാസ് എടുക്കണമെങ്കിൽ ജോയിൻ മീറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ വഴി സ്റ്റുഡൻസിനകത്ത് എൻ്റർ ചെയ്യുകയും അവർക്ക് എന്താണ് ലൈവായിട്ട് ക്ലാസ് റൂമിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കും. അത് മറ്റൊരു വലിയ ഫീച്ചറായിട്ടാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. കോപ്പി ചെയ്തിരിക്കുന്ന ആ ലിങ്ക് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഹോം പേജിൽ വന്നതിന് ശേഷം അവിടെ ഷെയർ വിത്ത് യുവർ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഷെയർ വിത്ത് യുവർ ക്ലാസ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഷെയർ വിത്ത് യുവർ ക്ലാസ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. ആ കോളത്തിനകത്ത് നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്തു. ഈ പേസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം നമുക്ക് സ്റ്റുഡൻസിന് എല്ലാവർക്കുമായിട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഓപ്ഷനായിട്ട് ആർക്കൊക്കെ കാണണോ അവർക്ക് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഓപ്ഷൻസ് എന്താണ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഓൾ സ്റ്റുഡൻസാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളെന്താണ് ടോപ്പിൽ കാണുന്ന സെൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ എന്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ ലിങ്ക് എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ആരൊക്കെയാണോ ഈ ക്ലാസ് റൂമിൽ മെമ്പർ ആയിട്ടുള്ളത് അവരുടെ എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ഹോം പേജിലോട്ട് എത്തിയിട്ടുണ്ട്. ആ ഹോം പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് ഓൺലൈനായിട്ട് ക്ലാസ്സിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ ക്ലാസ് റൂമിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവർ അസൈൻമെൻറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഉള്ളത്. അതിനകത്ത് നമുക്ക് ഏറ്റവും താഴെ തന്നിരിക്കുന്ന ഈ ടാബ് ബട്ടണിൽ പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഈ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. 2 പേരാണ് നമുക്കിതിനകത്ത് ഇപ്പം മെമ്പറായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുവെങ്കിൽ, അത് സബ്മിറ്റ് ചെയ്തുവെങ്കിൽ ഹാൻഡഡ് ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റ് സൈഡിൽ ഓപ്ഷൻ വരും. അവരത് ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അസൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ ഈ കേസിനകത്ത് ഒരാൾ ഹാൻഡഡ് ഇൻ എന്ന് പറഞ്ഞു വന്ന് കിടപ്പുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്താണ് നമ്മൾ ആൻസർ തന്നിട്ടുണ്ട്. അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ആൻസറൊക്കെ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ് ഔട്ട് ഓഫ് 5 ആണ് നമ്മൾ ഓൾറെഡി മാർക്ക് അസൈൻ ചെയ്തിരുന്നു നേരത്തെ തന്നെ. അത് നമുക്ക് എന്താണ് 2.5 അല്ല 3 മാർക്ക് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് അസൈൻ ചെയ്തിട്ട് റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഏറ്റവും ടോപ്പിൽ കിടപ്പുണ്ട്. ആ റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ ചെയ്തെന്ന് സ്റ്റുഡൻസിന് മനസ്സിലാകുകയും അതിന് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് കാണിക്കാനും സാധിക്കും. അപ്പം നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അസൈൻമെൻറ്റ് മാർക്ക് നമ്മൾ കൊടുത്തു, അത് ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഔട്ട് ഓഫ് 5 2.5 മാർക്ക് നമ്മൾ അസൈൻ ചെയ്തു. അപ്പോൾ ഒരാൾ സബ്മിറ്റ് ചെയ്തു, ഒരാൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല. സബ്മിറ്റ് ചെയ്ത ഒരെണ്ണം നമ്മൾ വാല്യൂ ചെയ്തു, അതിന് നമ്മൾ മാർക്ക് എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്താണ് ഒരു അസൈൻമെൻറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അസൈൻമെൻറ്റ് വർക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കുക. അസൈൻമെൻറ്റ് വർക്കിനകത്തും ഒരാൾ സബ്മിറ്റ് ചെയ്തു, ഹാൻഡഡ് ഇൻ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് സബ്മിറ്റ് ചെയ്തും അസൈൻഡ് എന്ന് പറയുന്നത് ഇതുവരെ സബ്മിറ്റ് ചെയ്യാത്തതുമാണ്. അപ്പോൾ ഹാൻഡഡ് ഇൻ എന്ന് പറയുന്ന ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്തപ്പോൾ ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ടാണ് നമുക്ക് അതിൻ്റെ ആൻസർ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അറ്റാച്ച്മെൻ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് എല്ലാ ക്വസ്റ്റിൻ്റെയും ആൻസർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമുക്കെന്താണ് അറ്റാച്ച്മെൻറ്റ് കിട്ടി, നമുക്ക് മാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. 10ൽ 10 മാർക്ക് കൊടുത്തു, റിട്ടേണിന് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ആ സ്റ്റുഡൻ്റ് അയച്ചു തന്നിരുന്ന അസൈൻമെൻറ്റ് നമ്മൾ വാല്യൂ ചെയ്തു, അതിന് മാർക്ക് നമ്മൾ എന്ത് ചെയ്തു അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന് മാർക്ക് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ റെക്കോർഡായിട്ട് നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും. അതുപോലെ തന്നെ എന്താണ് ടൈമിലി എന്താണ് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാനും ക്ലാസ് വർക്കുകൾ സബ്മിറ്റ് ചെയ്യാനും എന്താണ് സ്റ്റുഡൻസിന് ഒരു മോട്ടിവേഷനും ആകും. അപ്പം വളരെ എന്താണ് എഫക്റ്റീവായിട്ടുള്ള ഒരു
ക്ലാസ് റൂം മെത്തേഡാണ് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത്. നമുക്ക് കണ്ടൻറ്റുകൾ അയച്ചു കൊടുക്കാനും ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എടുക്കാനും അസൈൻമെൻറ്റ്സ് വർക്കുകൾ കൊടുക്കാനും മാർക്ക് അസൈൻ ചെയ്യാനും ഒക്കെ എന്താണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുത്തു നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പുതിയ ഫീച്ചേഴ്സുകളെല്ലാം. ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഈ ഫീച്ചേഴ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഗൂഗിൾ ക്ലാസ് റൂം യൂസ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ വിഷ്ണു പ്രകാശ്.